ചെയ്യാമല്ലോ. ईश्वर पिता ने जगत से इतना प्रेम किया, एकलौता पुत्र मसीह को दे दिया ताकि पिता परमेश्वर से हमारे मेल मिलाप हो जाए। उस गाने का मतलब ये था. നമ്മളിപ്പോൾ പ്രിയ മേരി ആന്റിയും ജാൻവിയും കൂടെ പാടിയ പാട്ട് കേട്ടല്ലോ. ഈശ്വർ പിതാനെ, സ്വർഗസ്ഥനായ ദൈവം അല്ലെ ദൈവപിതാവ് ലോകത്തെ എത്രയധികം സ്നേഹിച്ചു. തൻ്റെ ഏകജാതനായ പുത്രൻ യേശുക്രിസ്തുവിലൂടെ ലോകത്തെ തന്നോട് നിരപ്പിക്കുവാൻ അത്രമാത്രം ദൈവം നമ്മെ സ്നേഹിച്ചു. നമ്മോടുള്ള ദൈവസ്നേഹത്തിന്റെ ആഴത്തിനായി ദൈവത്തിന് സ്തോത്രം. ആ പുത്രനിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കുവാൻ ദൈവം നമുക്കൊക്കെ ഇതുവരെ കൃപ ചെയ്തതോർത്ത് ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ആ സ്വർഗസ്ഥ പിതാവിന് ഇന്ന് രാത്രിയിലും മഹത്വം അർപ്പിക്കുകയും നമ്മെ പിതാവിനോട് നിരപ്പിക്കുവാൻ സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് താണ ഭൂമിയിലേക്ക് മനുഷ്യനായി ദാസ്യത്തിന്റെ അനുഭവത്തിലേക്ക് ഇറങ്ങി വന്ന ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനങ്ങളും അറിയിക്കുന്നു. ഓരോ ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് പിന്നെയും ദൈവവചന പഠനത്തിനായി കൂടി വരുവാൻ ദൈവം സഹായിച്ചല്ലോ. കർത്താവ് നമ്മെ അവിടെവിടങ്ങളിൽ കാക്കുന്നതിനായി സൂക്ഷിക്കുന്നതിനായി ദൈവത്തിന് സ്തോത്രം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വെളിപ്പാട് പുസ്തകം 4-5 അധ്യായങ്ങളിലേക്ക് ശ്രദ്ധയെ തിരിക്കാം. പ്രത്യേകിച്ച് നാം ഇപ്പോൾ 5-ാം അധ്യായത്തിലാണല്ലോ. 4-ാം അധ്യായത്തിന്റെ തുടർച്ചയായി 5-ാം അധ്യായത്തെ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ. വേദപുസ്തകം ആദ്യം എഴുതപ്പെട്ടത് അധ്യായങ്ങളും വാക്യങ്ങളും ഒന്നും ആയിട്ടല്ല എന്നുള്ളത് നമുക്ക് അറിയാമല്ലോ. സ്തോത്രം. പിൽക്കാലത്താണ് അധ്യായങ്ങളായും വാക്യങ്ങളായും ഒക്കെ വേദപുസ്തകം തിരിക്കപ്പെടുന്നത്. അത് വായനയുടെ പഠനത്തിന്റെ സൗകര്യത്തിന് വേണ്ടി ചെയ്തതാണ്. ഈ അധ്യായവും വാക്യവും ഒന്നും തിരിച്ചത് ദൈവശ്വാസീയതയിൽ പെടുന്ന കാര്യമല്ല എന്നുള്ളതും കൂടെ നമ്മൾ ഓർത്തോണം കേട്ടോ. അതുകൊണ്ട് അതിലൊക്കെ തെറ്റുകൾ സംഭവിച്ചിട്ടുമുണ്ട്. അച്ചടി പിശകുകൾ ഉണ്ട്. തർജ്ജമ ചെയ്തതിലും വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെയുള്ള ഹ്യൂമൻ ഇറേഴ്സ്, മാനുഷികമായ തെറ്റുകൾ ബൈബിളിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ വേദപുസ്തകം അതിൻ്റെ ആകമാനമായ അവസ്ഥയിൽ ദൈവശ്വാസീയമായി എഴുതപ്പെട്ടതും തെറ്റിക്കൂടാത്തതും മാറ്റം ഇല്ലാത്തതും അനശ്വരവും നമ്മുടെ രക്ഷയ്ക്ക് പൂർണ്ണമായും പര്യാപ്തവും ആയ ദൈവവചനം ആണ്. സ്തോത്രം. അപ്പോൾ ഈ 4-5 അധ്യായങ്ങൾ മാനുഷികമായി മനുഷ്യരാൽ അധ്യായം തിരിക്കപ്പെട്ടത്, എന്നാൽ എഴുതപ്പെട്ടപ്പോൾ തുടർമാനമായി എഴുതപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ തുടർച്ചയാണ് 4-5 അധ്യായങ്ങൾ ഒരുമിച്ച് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. സ്വർഗത്തിലെ കാഴ്ചകൾ ദൈവവും ദൈവത്തിൻ്റെ സിംഹാസനവും ദൈവത്തിൻ്റെ മഹത്വവും ഒക്കെയാണ്. സ്തോത്രം. സ്വർഗത്തിലേക്ക് നാം പോയാൽ നമുക്കവിടെ മറ്റു പലതും ഉണ്ടെങ്കിലും നമ്മുടെ ശ്രദ്ധ മുഴുവനും
ദൈവത്തിലും ദൈവത്തിന്റെ കുഞ്ഞാടായ ക്രിസ്തുവിലും ആയിരിക്കും. ഈ 2 അധ്യായങ്ങളിലും അതാണ് നാം കാണുന്നത്. 4-ാം അധ്യായത്തിലെ പ്രധാന ശ്രദ്ധ കേന്ദ്രം സിംഹാസനസ്ഥനായിരിക്കുന്ന പിതാവാം ദൈവം, സിംഹാസനസ്ഥനായിരിക്കുന്ന പിതാവായ ദൈവം. എന്നാൽ 5-ാം അധ്യായത്തിലെ പ്രധാന ശ്രദ്ധ കേന്ദ്രം സിംഹാസനത്തിലിരിക്കുന്ന കുഞ്ഞാട്. സ്തോത്രം. ദൈവ കുഞ്ഞാടായ ക്രിസ്തു. അപ്പോൾ 4-ാം അധ്യായത്തിൽ പിതാവിനെയും 5-ാം അധ്യായത്തിൽ പ്രത്യേകിച്ച് തൻ്റെ 7 മുദ്രകൾ ഉള്ള പുസ്തകം വാങ്ങുന്ന ആ പ്രധാനപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് ദൈവ കുഞ്ഞാടിനെയുമാണ് നാം കാണുന്നത്. സ്വർഗത്തിലെ ഏറ്റവും പ്രധാന ആകർഷണം ഇവർ 2 പേരും അല്ലെങ്കിൽ ഇവരുടെ സിംഹാസനവും ആണ്. അപ്പോൾ പാപം, പരിശുദ്ധാത്മാവ് ഇവിടെങ്ങും ഇല്ലല്ലോ എന്ന് ആരും ചിന്തിക്കരുത്. അങ്ങനെയാണ് ഇന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത്. ഫൊർഗോട്ടൻ ഡീറ്റി എന്നൊക്കെ പരിശുദ്ധാത്മാവിനെ ചിലർ വിളിക്കാറുണ്ട്. മറന്നുപോയ അല്ലെങ്കിൽ മറക്കപ്പെട്ട ദൈവം എന്നൊക്കെ. ഒരിക്കലും അല്ല കേട്ടോ. സ്തോത്രം. പിതാവും പുത്രനും ഉള്ളയിടത്ത് പരിശുദ്ധാത്മാവ് ഉണ്ട്. നാം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലും 4-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും ഒക്കെ കാണുന്നത് ദൈവസിംഹാസനത്തോടൊപ്പം ആരുണ്ടെന്നാണ്? പരിശുദ്ധാത്മാവ്. സ്തോത്രം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് കഷ്ടം, പാവം, ആരും അദ്ദേഹത്തെ ഗൗനിക്കുന്നില്ല എന്നൊന്നും ചിന്തിക്കരുത്. തീർച്ചയായും ആത്മാവിനെ ത്യജിക്കുകയോ മറക്കുകയോ ഒന്നും അരുത്. എന്നാൽ ഇവിടെ പിതാവിനെയും പുത്രനെയും എടുത്തു പറയുന്നത് കൊണ്ട് ആത്മാവ് ഇല്ല എന്ന ഒരു ചിന്ത, പരിശുദ്ധാത്മാവിന് സ്വർഗത്തിൽ പോലും വലിയ സ്ഥാനമൊന്നും ഇല്ല എന്നൊരു ചിന്ത തെറ്റായി നമുക്ക് വേണ്ട എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. സ്തോത്രം. ഇപ്പോൾ അതായത് നമ്മുടെ ഈ ജീവകാലത്ത്, സഭാകാലയളവിൽ പരിശുദ്ധാത്മാവാണ് ഭൂമിയിൽ. പരിശുദ്ധാത്മാവിന്റെ ദൗത്യം നമ്മുടെ ഹൃദയങ്ങളെ പിതാവിങ്കലേക്കും പ്രത്യേകിച്ച് ക്രിസ്തുവിങ്കലേക്കും തിരിച്ചുവിടുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് തന്നെ അല്ല നമ്മുടെ മുമ്പിൽ അധികം വെളിപ്പെടുത്തുന്നത്, പിതാവിനെയും പ്രത്യേകിച്ച് ക്രിസ്തുവിനെയുമാണ്. യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ പിതാവിനെ പറ്റിയാണ് കൂടുതൽ പറഞ്ഞത്, പിന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ച്. പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഭൂമിയിലായിരിക്കുമ്പോൾ പിതാവിനെയും പുത്രനെയും കുറിച്ചാണ് നമുക്ക് കൂടുതൽ വെളിപ്പെടുത്തി തരുന്നത്. അത് പരിശുദ്ധാത്മാവിന്റെ ദൗത്യത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ സഭ കാലയളവിൽ പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥനയോ പരിശുദ്ധാത്മാവിനെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ് പുകഴ്ത്തുന്നതോ ഒന്നും നാം അധികം കാണാത്തത്. എന്നാൽ നമ്മുടെ വീണ്ടെടുപ്പിൽ ത്രിയേക ദൈവത്തിന്റെ മഹൽ പ്രവൃത്തിയും ദൗത്യവും തിരുവെഴുത്തിൽ വളരെ വ്യക്തമാണ്. നമ്മുടെ വീണ്ടെടുപ്പിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഒരുപോലെ പങ്കുണ്ട്. സ്തോത്രം. ഓർക്കുന്നുണ്ടായിരിക്കും, എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഒരിക്കൽ പഠിച്ചു. നമ്മുടെ കൂട്ടത്തിലായിരുന്നില്ല, നമ്മൾ എഫേസ്യ ലേഖനം നമ്മുടെ പഠന വിഷയമാക്കിയില്ല. പക്ഷേ എഫേസ്യ ലേഖനം പഠന വിഷയമാക്കിയ ഒരു കൂട്ടായ്മയിൽ നമ്മൾ ഒരുമിച്ച് പങ്കെടുത്തത് കോവിഡ് കാലത്ത് ഓർമ്മ കാണും. അന്ന് ആ ഭാഗങ്ങളിൽ നിന്ന് അവർ റിഡംഷൻ ആൻഡ് ദ ട്രയൂൺ ഗോഡ് ഓർ ദ ട്രിനിറ്റി ആൻഡ് അവർ റിഡംഷൻ, ത്രിയേക ദൈവവും നമ്മുടെ വീണ്ടെടുപ്പും
എന്ന വിഷയം എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും നമ്മൾ കണ്ടു. അതെല്ലാം കൂടെ 3 പദങ്ങളിൽ നമ്മൾ ക്രോഡീകരിച്ചതും ഓർമ്മ കാണുമായിരിക്കും അല്ലെ. 3 P, ഇംഗ്ലീഷിലെ P അക്ഷരം 3 പദങ്ങളിൽ നമ്മൾ ആ കാര്യങ്ങൾ കണ്ടിരുന്നു. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? Father purposed, the Son purchased, and the Holy Spirit preserves. Yes. Very good. പിതാവായ ദൈവം നമ്മുടെ വീണ്ടെടുപ്പ് സകല കാലത്തിനും മുമ്പേ പർപ്പസ് ചെയ്തു, പ്ലാൻ ചെയ്തു, അതിൻ്റെ പദ്ധതി ക്രമീകരിച്ചു. കാലം തികഞ്ഞപ്പോൾ, കാലത്തികവിങ്കൽ പുത്രൻ അത് വില കൊടുത്ത് വാങ്ങി. ആ പുത്രൻ വില കൊടുത്ത് വാങ്ങിയതിനെ കാലത്തിന്റെ അന്ത്യത്തിലേക്ക്, വീണ്ടെടുപ്പ് നാളിലേക്ക് പരിശുദ്ധാത്മാവ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, പ്രിസർവ് ചെയ്യുന്നു. സ്തോത്രം. സോ the Father purposed our redemption, the Son purchased our redemption, and the Holy Spirit preserves or protects our redemption or ourselves for the day of redemption. പിതാവ് നമ്മുടെ വീണ്ടെടുപ്പിന്റെ പദ്ധതികൾ തയ്യാറാക്കി, പുത്രൻ അത് വില കൊടുത്തു വാങ്ങി, പരിശുദ്ധാത്മാവ് അത് സംരക്ഷിക്കുന്നു. സ്തോത്രം. അതാണ് നാം ത്രിയേക ദൈവവും നമ്മുടെ വീണ്ടെടുപ്പും എന്നുള്ള വിഷയത്തിൽ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്നും കാണുന്നത്. പറഞ്ഞു വരുന്നത്, പരിശുദ്ധാത്മാവ് പാവം, ആ ആത്മാവിന് ഒരു സ്ഥാനവും ആരും കൊടുക്കുന്നില്ല, സ്വർഗത്തിൽ പോലും ഇല്ലെന്നൊക്കെ വിചാരിച്ച് ചിലര് പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് പക്ഷം പിടിക്കുന്നവരെ ഈ ഒരു കാലഘട്ടത്തിൽ ഏറെ കാണാം. അവർ ആത്മാവ് ആത്മാവ് ആത്മാവെന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കുക. അത് വേദപുസ്തക പ്രകാരമല്ലെന്നും പരിശുദ്ധാത്മാവിന് പിതാവിനോടും പുത്രനോടും ഒപ്പം തന്നെ അർഹമായ സ്ഥാനമുണ്ടെന്നുമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലും ത്രിയേക ദൈവവും നമ്മുടെ വീണ്ടെടുപ്പും, വിശേഷിച്ച് ത്രിയേക ദൈവവും നമ്മുടെ വിശുദ്ധീകരണവും എന്ന വിഷയത്തിൽ കാണാൻ പറ്റും. വേഴ്സ് നമ്പർ 2, 2-ാമത്തെ വാക്യം. അല്ലെ, ഒന്നുതൊട്ടങ്ങ് വായിച്ചു. യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ് പന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസിയയിലും ബിഥുന്യയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിന് ഒത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടവനുമായി വൃതന്മാരായവർക്ക് എഴുതുന്നത്, നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. 2-ാം വാക്യത്തിൽ കണ്ടോ, പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം. അപ്പോൾ പിതാവ് നമ്മെ മുന്നറിഞ്ഞു. The Father foreknew us. ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ചു. Sanctified by the Spirit. The Holy Spirit sanctifies us. പിന്നെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി, sprinkled with the blood of Christ. Again, that is about the cleansing, the forgiveness, the redemption, the purchasing by the blood. യേശുവിന്റെ രക്തത്താലുള്ള വിലയ്ക്ക് വാങ്ങലിനെ കുറിച്ച്, കഴുകലിനെ കുറിച്ച്, പാപമോചനത്തെ കുറിച്ചൊക്കെയാ പറയുന്നത്. അപ്പോൾ ത്രിയേക ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, സ്തോത്രം, നമ്മുടെ വീണ്ടെടുപ്പുമായും വിശുദ്ധീകരണവുമായും ഒക്കെ ബന്ധപ്പെട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അതിൽ ആരും ഒരാൾക്ക് കൂടുതലും ഒരാൾക്ക് കുറവും എന്നൊന്നുമില്ല.
functional differences are of course there. സ്തോത്രം. അത് പരിശുദ്ധാത്മാവിനെ ഹിന്ദിയിൽ ഞങ്ങൾ പറയുമ്പം ബേച്ചാര, അയ്യോ പാവം എന്ന് ചിന്തിക്കാതിരിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മുടെ വീണ്ടെടുപ്പിൽ, നമ്മുടെ വിശുദ്ധീകരണത്തിൽ, നമ്മുടെ രക്ഷയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു പിതാവിനോടും പുത്രനോടും ഒപ്പം എന്ന് ഒന്നെടുത്ത് കാണിക്കാൻ ഈ വാക്യങ്ങൾ നമ്മൾ ഉദ്ധരിച്ചു എന്നേ ഉള്ളൂ. സ്തോത്രം. നമ്മൾ മടങ്ങി വരികയാണ്. വെളിപ്പാട് 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സ്വർഗസ്ഥ പിതാവിന്റെ സിംഹാസനത്തിൻ മുൻപിലുള്ള 7 ആത്മാക്കളായ പരിശുദ്ധാത്മാവ്. അപ്പോൾ സ്വർഗത്തിലും ദൈവസിംഹാസനത്തോടൊപ്പം നമുക്ക് പരിശുദ്ധാത്മാവിനെ കാണുവാൻ സാധിക്കുന്നു. സ്തോത്രം. അതുപോലെ 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, പിതാവായ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ ജ്വലിച്ചു നിൽക്കുന്ന 7 ദീപങ്ങൾ പോലെ പരിശുദ്ധാത്മാവിന്റെ സപ്തവിധമായ അനുഭവങ്ങൾ. 5-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിലും നാം കാണുന്നുണ്ട്, സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ട്. 5-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ക്രിസ്തുവിനോട് ചേർന്നും 1-ഉം 4-ഉം അധ്യായങ്ങളിൽ പിതാവിന്റെ സിംഹാസനത്തോട് ചേർന്നും നാം കാണുന്നു. അതുകൊണ്ട് സ്വർഗത്തിലെ ഏറ്റവും പ്രധാന ആകർഷണം പിതാവും പുത്രനും അല്ലെങ്കിൽ അറുക്കപ്പെട്ട കുഞ്ഞാടുമാണ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ നിഷേധിക്കലല്ല അവിടെ. പിതാവിന്റെ സിംഹാസനത്തോടൊപ്പവും അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടായ ക്രിസ്തുവിനോടൊപ്പവും പരിശുദ്ധാത്മാവിനെ നമുക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പിതാവിനോടും പുത്രനോടും തത്തുല്യനായി തന്നെ നിത്യതയിലും നിലനിൽക്കുന്ന സാന്നിധ്യമാണ് പരിശുദ്ധാത്മാവ്. ഇവിടെയും ഈ ലോക ജീവിതത്തിൽ വെച്ചും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ മധ്യത്തിലും പരിശുദ്ധാത്മാവിന് അർഹമായ സ്ഥാനം തിരുവെഴുത്ത് നൽകുന്നുണ്ട്. അത് മനസ്സിലാക്കി തന്നെ നാം പോകണം. ഇന്ന് പലയിടത്തും കേൾക്കുന്ന ആത്മാവിനോട് മാത്രമുള്ള എന്തോ ഒരു അഭിനിവേശം, അത് വേദപുസ്തകത്തിന്റെ ശരിയായ ഉപദേശത്തിൽ നിന്നുള്ളതല്ല എന്നുള്ളതും കൂടെ മനസ്സിലാക്കുവാൻ ഇത്രയും ഞാൻ പറഞ്ഞു വന്നേ ഉള്ളൂ. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ പ്രയാസം ഇല്ലായിരുന്നെന്ന് കരുതട്ടെ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാമല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചതിൽ നിന്നും ഇന്ന് പറഞ്ഞതിൽ നിന്നും എന്തെങ്കിലും വിശദീകരണം ആവശ്യമെങ്കിൽ അതിനുള്ള അവസരമാണ്. ശരി, നമുക്ക് അടുത്ത ഭാഗങ്ങളിലേക്ക് പോകാം. നമ്മൾ 5-ാം അധ്യായത്തിൽ നിന്ന് 4-ന്റെ തുടർച്ചയായി ചിന്തിച്ചു വന്നത് ദ വർഷിപ്പ് ഓഫ് ദ ലാംബ്, ആരാധന എന്ന വിഷയമായിരുന്നു. 4-ാം അധ്യായത്തിൽ നാം കാണുന്നത് പിതാവായ ദൈവത്തെ ആരാധിക്കുന്ന 24 മൂപ്പന്മാരെയാണ്. പിതാവായ ദൈവത്തെ ഇടവിടാതെ രാപ്പകലുകൾ സ്തുതിക്കുന്ന 4 സ്വർഗീയ ജീവികൾ. അവർ ദൈവത്തിന് മഹത്വം അർപ്പിക്കുമ്പോഴൊക്കെ സിംഹാസനത്തിൽ നിന്നും ഇറങ്ങി കിരീടങ്ങൾ ദൈവത്തിന്റെ പാദങ്ങളിൽ വെച്ച് സാഷ്ടാംഗം പ്രണമിച്ച്
ദൈവത്തെ ആരാധിക്കുന്ന 24 മൂപ്പന്മാർ. ഇതാണ് 4-ാം അധ്യായം അവസാനിക്കുന്ന ഭാഗം. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, സ്തോത്രം, 5-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഒരു പുതിയ പാട്ട്. 10-ാമത്തെ മലയാളത്തിൽ 10-ാം വാക്യത്തിലാണ് ഒരു പുതിയ പാട്ട് പാടുന്നു. ഒരു പുതിയ പാട്ട്. അപ്പം 5-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു ആദ്യം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ കാണുന്നത് പോലെ 4 ജീവികളും 24 മൂപ്പന്മാരും കുഞ്ഞാടിന്റെ മുൻപാകെ വീണ് അവനെ നമസ്കരിക്കുന്നു. സ്തോത്രം. പിന്നീട് നാം ഇങ്ങോട്ട് കാണുമ്പോൾ 10-ാമത്തെ വാക്യത്തിൽ പുതിയ പാട്ട് പാടുന്നു. 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, 5-ാം അധ്യായത്തിന്റെ 11-ാമത്തെ 5:11 വരുമ്പോൾ നാം കാണുന്നത് an angelic group, ദൂതന്മാരുടെ സംഘം, ഈ 4 ജീവികൾ കൂടാതെയുള്ള സ്വർഗീയ ദൂത സംഘം എണ്ണമറ്റതായി, അല്ലെ? അവരുടെ എണ്ണം 10,000 10,000-ഉം 1000-1000-ഉമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ്ലി, ഇന്നിമറബിളി എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. എണ്ണിക്കൂടാത്ത തരത്തിൽ. അതുകൊണ്ടാണ് 10,000 10,000-ഉം 1000-1000-ഉം. അതിന്റെ അർത്ഥം എണ്ണിക്കൂടാൻ വയ്യാത്ത ഒരു വലിയ സംഘം ദൂതന്മാർ ദൈവകുഞ്ഞാടിന്റെ മുമ്പിൽ നമസ്കരിക്കുന്നു. അവരവനെ ആരാധിക്കുന്നു. സ്തോത്രം. എന്നിട്ട് നാം താഴേക്ക് വരുമ്പോഴാണ് 13-ാമത്തെ വാക്യത്തിൽ കാണുന്നത് സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിൽ ഉള്ളതൊക്കെയും സിംഹാസനത്തിലിരിക്കുന്ന പിതാവിനെയും അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടായ ക്രിസ്തുവിനെയും നമസ്കരിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അപ്പോൾ ഈ 4-5 അധ്യായങ്ങളിലെ ഒരു ആരാധനാക്രമം, ഒരു ആരാധനാ രീതിയാണ് നാം കാണുന്നത്. സ്തോത്രം. 4-ാം അധ്യായത്തിൽ പിതാവിന്റെ ആരാധനയ്ക്കും 5-ാം അധ്യായത്തിൽ കുഞ്ഞാടിന്റെ ആരാധനയ്ക്കും പ്രത്യേകമായ പ്രാധാന്യം നൽകിയിരിക്കുന്നു. 4-ാം അധ്യായത്തിൽ ദൈവകുഞ്ഞാടിനെ പ്രദർശിപ്പിക്കുന്നില്ല എന്നതുകൊണ്ടാണ് അവിടെ കുഞ്ഞാടിന്റെ ആരാധനയെ നമ്മൾ കാണാത്തത്. രണ്ടിനെയും രണ്ടായിട്ട് കാണരുത് കേട്ടോ. വെളിപ്പാട് പുസ്തകത്തിലെ ഒരു പ്രശ്നം നമുക്ക് വായിക്കുമ്പോൾ അതാണ്. ഈ പറഞ്ഞു വരുന്നത്, യോഹന്നാൻ നമ്മോട് പറഞ്ഞു വരുന്നത്, ആ എഴുതി വച്ചിരിക്കുന്നത് വായിക്കുമ്പോൾ ഘട്ടം ഘട്ടമായിട്ട് തോന്നും. എന്നാൽ പലതും വേറെ വേറെയല്ല, വേറെ വേറെയെ പറയാനൊക്കത്തുള്ളൂ എന്നതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞിട്ട് മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം അത് കഴിഞ്ഞിട്ട് ഇത് സംഭവിക്കുന്നു എന്നല്ല. മനസ്സിലാവുന്നുണ്ടോ? എല്ലാവർക്കും പിടി കിട്ടിയല്ലോ. യോഹന്നാൻ പറയുന്നത് ഒരു കാര്യം പറഞ്ഞതിന് ശേഷം അടുത്തത് പറയുന്നു. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഇത് നടക്കുന്നത്, സംഭവിക്കുന്നത് എന്ന ധാരണയരുതെന്നാണ്. അതായത് 4-ാം അധ്യായത്തിലെ സംഭവങ്ങൾ എപ്പോഴെങ്കിലും തീരുന്നുണ്ടോ? ഇല്ല, തീരുന്നില്ല. നമ്മൾ വായിച്ചു, സ്തോത്രം,
4:8 വാക്യത്തിൽ ഈ 4 ജീവികൾ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ദൈവം പരിശുദ്ധൻ 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 എന്ന്. അപ്പോൾ വിശ്രമം കൂടാതെ രാപ്പകലുകൾ, രാപ്പകൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാപ്പകല കേട്ടോ, അവിടെ എന്തില്ല? രാത്രിയില്ല. നമ്മുടെ സമയക്രമം അനുസരിച്ചാണ് ഇവിടെ രാപ്പകൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ രാപ്പകലുകളില്ല. അത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണോ പാസ്റ്ററെ? അതെ അതെ. കാരണം യോഹന്നാൻ കാലത്തിനകത്ത് ജീവിക്കുന്ന സമയത്ത് കാലത്തിനകത്ത് ജീവിക്കുന്ന വിശുദ്ധന്മാരോട് അഥവാ സഭകളോട് പറയുന്ന ദൂതായിരിക്കുമ്പോൾ നമ്മുടെ വാച്ച് അനുസരിച്ച്, നമ്മുടെ കലണ്ടർ അനുസരിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. സ്തോത്രം. അപ്പൊ രാപ്പകലുകൾ പിതാവായ ദൈവത്തെ ഈ 4 ജീവികളും സ്തുതിച്ച് മഹത്വപ്പെടുത്തുകയാണ്. അതേ സമയം തന്നെയാണ് 5-ാം അധ്യായത്തിലെ കുഞ്ഞാടിന്റെ ആരാധനയും നടക്കുന്നത്. സ്തോത്രം. ഇപ്പൊ കുഞ്ഞാടിനെ നമസ്കരിക്കുമ്പോൾ അത് പിതാവിന്റെ ആരാധന നിർത്തിയതിനു ശേഷം ആണ് എന്ന ഒരു ചിന്തയരുത്. ഇതെല്ലാം സ്വർഗത്തിൽ ഒരേ സമയം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. സ്തോത്രം. എന്നാൽ നമുക്കത് ക്രമാനുഗതമായി മനസ്സിലാകുവാൻ വേണ്ടി യോഹന്നാനിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് മാറ്റി മാറ്റി അല്ലെങ്കിൽ ഘട്ടം ഘട്ടമായി വകതിരിച്ച് എഴുതി തന്നിരിക്കുന്നു എന്നേ ഉള്ളൂ. സെയിം ടൈം ആൻഡ് സെയിം പ്ലേസ്. അതെ. അപ്പോഴും നമുക്ക് തോന്നും ഇതെല്ലാം കൂടെ ആകപ്പാട് ബഹളമായിരിക്കുമല്ലോ. സ്തോത്രം. അതും നമ്മുടെ ഒരു ചിന്തയിലാണ് ഉളവാകുന്നത്. സ്വർഗത്തിൽ അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ, അങ്ങനെയുള്ള ഒരു ആശയക്കുഴപ്പവും ബഹളവും ഒന്നുമില്ല. ഇനി അല്ല, മാനുഷികമായിട്ട് തന്നെ നോക്കിക്കോളൂ. നമുക്ക് നമ്മുടെ കൂട്ടത്തിലെ ദൈവദാസന്മാരൊക്കെ പണ്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഉദാഹരണം, പ്രത്യേകിച്ച് ബ്രദറൻ വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ പെന്തക്കോസ്തുകാരെ ഒന്ന് കളിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുമായിരുന്ന ഒരു ഉദാഹരണമുണ്ട്. ഇതെന്തൊരു ബഹളമാ, ചന്തയിലെ പോലെ ഇരിക്കുന്നത്. നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും. പെന്തക്കോസ്തുകാരെ കളിയാക്കാൻ വേണ്ടിയിട്ട് പുറത്തുള്ളവർ, ബ്രദറൻകാർ ഉൾപ്പെടെ ഉള്ളവർ ഉപയോഗിക്കുന്ന ഒരു സാദൃശ്യമാണ് പെന്തക്കോസ്തു സഭയിലെ ബഹളം. വെറും ചന്ത പോലെയാണ്. അതേ ഉദാഹരണത്തിൽ നിന്ന് ദൈവദാസന്മാർ, നമ്മുടെ കൂട്ടത്തിലെ ദൈവദാസന്മാർ അവർക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. അതെ, ചന്തയാ. ചന്തയിൽ ബഹളമുണ്ട്. ബഹളം പക്ഷെ ആർക്കേ ഉള്ളൂ? പുറത്ത് നിൽക്കുന്നവർക്കേ ഉള്ളൂ. അകത്ത് നടക്കുന്നത് വെറും ബഹളമല്ല, നിരർത്ഥകമായ ശബ്ദകോലാഹലമല്ല, വളരെ അർത്ഥപൂർണമായ ആശയവിനിമയമാണ് ചന്തയ്ക്കകത്ത് നടക്കുന്നത്. ഒരേ സമയത്ത് തന്നെ ചിലർ വിൽക്കുന്നുണ്ട്. വിൽക്കുന്നവർ അവരുടെ സാധനത്തിന്റെ വില, അതിന്റെ മേന്മ വിളിച്ചു പറയുന്നു. മറ്റൊരു കൂട്ടർ വാങ്ങുന്നവരുണ്ട്. അവര് ചിലപ്പോൾ വില പേശുന്നു, അല്ലെങ്കിൽ ഇതേക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നു, ഇല്ലെങ്കിൽ അവർ ഓർഡർ കൊടുക്കുന്നു. ശരി, 1/2 കിലോ എടുക്ക, മറ്റുള്ളവർക്ക് 1/4 കിലോ എടുക്ക. അപ്പോൾ തന്നെ ഒരു കൂട്ടര് മീൻ വിൽക്കുകയായിരിക്കാം, മറ്റൊരു കൂട്ടര് മുട്ട വിൽക്കുകയായിരിക്കാം, വേറൊരു കൂട്ടർ കോഴിയെ വിൽക്കുന്നുണ്ടാവാം, വേറെ ചിലര് കൊച്ചുള്ളിയാകാം, വേറൊരു കൂട്ടര് വെളുത്തുള്ളിയാകാം. ഇതെല്ലാം അർത്ഥപൂർണമായി
ഓരോരുത്തർക്കും വേണ്ടത് അവരെന്ത് ചെയ്യുന്നു? വില പറയുന്നു, വാങ്ങുന്നു, വിൽക്കുന്നു. അകത്ത് നിൽക്കുന്നവർക്ക് ഈ ശബ്ദം ഒരു തരത്തിലും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നില്ല. ഇത് പറയുമ്പോഴൊക്കെ എൻ്റെ ഓർമ്മയിൽ വരുന്നത്, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ പോകുമായിരുന്ന, ഞങ്ങൾ മീനൊക്കെ വാങ്ങാൻ പോകുമായിരുന്ന മാങ്കാങ്കുഴി ചന്തയാണ്. ഞാൻ പോകുമായിരുന്ന ചന്തകളിൽ വലിയൊരു ചന്തയായിരുന്നു. ഒരു ഭാഗത്ത് മീൻകാരാ, ഒരുത്തൻ മത്തി വിൽക്കുന്നു, തൊട്ടടുത്ത് തന്നെ അവന്റെ കൊട്ടയോട് ചേർത്ത് വെച്ച് അയിലക്കാരൻ വിൽക്കുന്നു. ഇവർ രണ്ടുപേരും അവരുടെ മീൻ വിൽക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും. അപ്പോൾ അടുത്ത് നിൽക്കുന്ന മത്തിക്കാരൻ പുറത്തിൽ അയലക്കാരനോട്, മിണ്ടാതിരിക്കടാ, നിന്റെ ശബ്ദം എനിക്ക് അസഹ്യമാണ് പറയാറില്ല. അവിടെ ഈ ശബ്ദങ്ങളൊന്നും അവിടെ ഉള്ളവർക്ക് കൺഫ്യൂസിങ് അല്ല, ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നില്ല. ചീര വിൽക്കുന്നവന്റെ വില പറച്ചിൽ കേട്ടിട്ട് കാബേജ്, മുട്ടക്കൂസ് വാങ്ങുന്നവൻ ഒരു പ്രശ്നമില്ല, കൺഫ്യൂഷൻ ഇല്ല അവിടെ. അപ്പൊ നമ്മളിവിടെ പറയുന്ന നമ്മുടെ പരിമിതികളിൽ നിന്നുകൊണ്ടുള്ള ചന്തയിലെ ബഹളത്തിൽ പോലും വളരെ വ്യക്തമായ ആശയവിനിമയങ്ങളാണ് നടക്കുന്നത്. വളരെ അർത്ഥപൂർണമായതാണ്, വിലപ്പെട്ടതാണ്. ഒരാശയക്കുഴപ്പവും ആർക്കും തമ്മിലില്ല. അങ്ങനെയെങ്കിൽ പരിമിതികൾ ഒന്നുമില്ലാത്ത, വിതൗട്ട് ലിമിറ്റേഷൻസ്, ഒന്നിന്റെയും സീമകളില്ലാത്ത, കുറവുകളില്ലാത്ത, ഇൻഫേമിറ്റീസും ഡിഫേമിറ്റീസും ഒന്നും ഇല്ലാത്ത സമ്പൂർണത മാത്രമുള്ള സ്വർഗത്തിൽ ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊന്നും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതേ അല്ല. സ്തോത്രം. പൂർണതകളുടെ പര്യായമാണ് സ്വർഗം. സ്തോത്രം. So heaven is a perfect place. There is no limitations, no infirmities, and therefore it will never make any confusion. Praising the Father, praising the Son, and all those things. Song of Moses, song of the Lamb. There is no confusion. There is no confusion. It's a perfect place. സമ്പൂർണമായ ഒരു സ്ഥലമാണത്. അതുകൊണ്ട് അങ്ങനെയുള്ള വിഷയമില്ല. അപ്പോൾ 4-ാം അധ്യായവും 5-ാം അധ്യായവും എഴുതി വച്ചിരിക്കുന്നത് വെവ്വേറെയാണെങ്കിലും ഒരേ സമയം ഈ കാര്യങ്ങൾ സ്വർഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ദൈവത്തെ, ദൈവകുഞ്ഞാടിനെ സ്വർഗത്തിൽ അപ്പോൾ ഉള്ള എല്ലാവരും നമസ്കരിക്കുന്നു. സ്തോത്രം. നമസ്കരിക്കുന്നു. പ്രത്യേകിച്ച് ഈ 5-ാമത്തെ വാക്യത്തിൽ, ഈ 5-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ വാക്യത്തിൽ, സ്തോത്രം, നാം കാണുന്നത് സ്വർഗത്തിൽ ഒരു പുതിയ പാട്ട്. അതെന്താ ഈ പുതിയ പാട്ടെന്ന് പറഞ്ഞാൽ? പുതിയതെന്ന് പറഞ്ഞാൽ പഴയതല്ലെന്നർത്ഥം അല്ലേ? സ്തോത്രം. അങ്ങനെയാകുമ്പം പഴയതെന്തുവാ? പുതിയെന്ന് പറഞ്ഞാൽ ആരും പാടിയിട്ടില്ലാത്ത പാട്ട്. ആരും പാടിയിട്ടില്ലാത്ത പാട്ട്. ഓക്കെ. അങ്ങനെയാകുമ്പം പാടിയിട്ടുള്ള പാട്ടെന്തുവാ? കുഞ്ഞാടെ നീ അറുക്കപ്പെട്ട് ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും
ഗോത്രങ്ങളിലും ഓരോരുത്തരെ വിലയ്ക്ക് വാങ്ങി എന്നുള്ളതായ ഒരു അത് പുതിയ പാട്ടെന്നാ പറയുന്നത്. ഇപ്പൊ പഴയ പാട്ട് എന്താണെന്നാ ചോദിച്ചേ? മോസസ് A song that never gets old. Moses song. ഓൾഡ് സോങ്സ് Old songs. ആ ഓൾഡ് സോങ് ഏതാണെന്നാ ചോദിച്ചേ? ഓഫ് മോസസ് Moses sang in Exodus 15. സങ്കീർത്തനങ്ങളൊക്കെ 150 സങ്കീർത്തനങ്ങൾ. റെഡ് സിയുടെ അവിടെ വെച്ച് അതാണ് എക്സോഡസ് 15. റെഡ് സീ ക്രോസിംഗിൽ ചെങ്കടൽ കടന്നപ്പോൾ മോശ പാടി ഇസ്രായേൽ മക്കളെ കൊണ്ട് പാടിപ്പിച്ച പാട്ട്. ആദ്യത്തെ സങ്കീർത്തനവും അത് തന്നെയാണല്ലോ. ഓൾഡ് സോങ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ പാട്ടുകൾ ഒന്നും തന്നെ ഓൾഡ് ആകുന്നില്ല, ഒന്നാമത്തെ കാര്യം. പക്ഷേ പുതിയതൊന്ന് വന്നപ്പോൾ പണ്ട് പാടിയത് പഴയതായി എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിന് പഴക്കം ചെന്നു എന്നർത്ഥമല്ല. അതുവരെ എന്തോ റിലേറ്റിവിറ്റി ഓഫ് ദ സോങ്. ഓഫ് കോഴ്സ്. മുമ്പുണ്ടായിരുന്നത് മുമ്പുണ്ടായിരുന്നത്. എന്നാൽ മുമ്പ് ഇല്ലാതിരുന്ന ഒന്ന് ഇപ്പോൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മുമ്പുണ്ടായിരുന്നതിനെ നമ്മൾ മുമ്പുണ്ടായിരുന്നത് എന്ന് ഈ പുതിയതിൽ നിന്നൊന്ന് വ്യത്യസ്തമായി കാണാൻ വേണ്ടിയിട്ട് പറയുന്നു എന്നേ ഉള്ളൂ. Nothing gets old in the heavens, but something new happened over there, especially in relation with this song or this worship. And therefore, to differentiate this new one from the already existed, we just say the old one. That's all. ആ ഓൾഡ് വൺ എന്ന് പറയുന്നത് ആ പഴയതെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്, എന്നാൽ പഴയതല്ലാത്തതും. അതാണ് നാം 4-ാം അധ്യായത്തിൽ കണ്ടത്. 4-ാം അധ്യായത്തിൽ കണ്ട 2 പാട്ടുകൾ അവിടെയുണ്ട്. എന്തൊക്കെയാ 4-ാം അധ്യായത്തിൽ കണ്ട 2 പാട്ടുകൾ? 2 songs of worship we can see in chapter 4. അതെന്തൊക്കെയാ? ഒന്നാമത്തേത് 8-ാം വാക്യമാണ്, 4 verse 8. നമ്മളിത് പഠിച്ചതായതുകൊണ്ട് ഞാൻ പറഞ്ഞു വിടുന്നു, വായിപ്പിക്കുന്നില്ല. ദൈവത്തിന്റെ പരിശുദ്ധിയെ കുറിച്ചുള്ള പാട്ട്. സ്തോത്രം. സ്തോത്രം. About God's attribute of holiness, about the very being of God. ദൈവത്തിന്റെ ആസ്തിക്യത്തെ കുറിച്ച്, ദൈവത്തിന്റെ പരിശുദ്ധിയെ കുറിച്ചുള്ള പാട്ടാണ്. അത് പിതാവായ ദൈവത്തിന് മാത്രമല്ല, ത്രിയേക ദൈവത്തിന് ഉതകുന്ന പാട്ട്. പിതാവ് പരിശുദ്ധൻ, പുത്രൻ പരിശുദ്ധൻ, ആത്മാവ് പരിശുദ്ധൻ. അപ്പോൾ 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നാം കാണുന്ന ദൈവത്തിന്റെ പരിശുദ്ധിയെ കുറിച്ചുള്ള ഗാനപ്രതിഗാനം നമുക്കിവിടെ പണ്ട് മുതലുള്ള, സ്വർഗത്തിൽ തുടക്കം മുതൽ കേൾക്കുന്ന പാട്ടെന്ന് പറയാം. അതുകൊണ്ട് അതിനെ പുതുതെന്ന് പറയാൻ പറ്റില്ല. അത് സ്വർഗോൽപത്തി മുതലേ സ്വർഗത്തിൽ മുഴങ്ങി കേൾക്കുന്ന, ദൂത ഉൽപ്പത്തി മുതലേ ദൂതന്മാർ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടാണ്.
രണ്ടാമത്തേത് അലിസാൻറ്റി പറഞ്ഞതുപോലെ അതിൻ്റെ 10ഉം 11ഉം വാക്യങ്ങളാണ്. സ്തോത്രം. അവിടെ നാം കാണുന്നത് എന്തിനെ കുറിച്ചാ? പ്രത്യേകിച്ച് 11ാമത്തെ വാക്യം, ഇറ്റ്സ് അബൌട്ട് the creational attributes of God. Verse number 8 is the eternal attribute, the very exclusive attribute of God, holiness. In verse number 11, we see the song of God's glory in relation with his creational attributes. മനസ്സിലാവുന്നുണ്ടല്ലോ? 4:8 ദൈവത്തിന്റെ നിത്യത്വത്തെയും നിത്യ ഗുണവിശേഷങ്ങളെയും വിശേഷിച്ച് പരിശുദ്ധിയെയും എടുത്തു പറഞ്ഞുകൊണ്ടുള്ള പാട്ട്. എന്നാൽ 11ാം വാക്യം 4:11 ദൈവത്തിന്റെ സൃഷ്ടിപ്പിൽ വെളിപ്പെടുന്ന മഹത്വത്തെക്കുറിച്ച് ഉള്ള പാട്ടാണ്. ദൈവ സൃഷ്ടിയുടെ സ്വഭാവ വിശേഷതകളുമായി ബന്ധപ്പെട്ട മധുരഗാനമാണ് 11ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ഈ പാട്ടുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു പുതിയ പാട്ട്, ഈ സഹസ്രാബ്ദങ്ങളോളം സ്വർഗീയ ജീവികൾക്കോ സ്വർഗത്തിൽ എത്തിയിട്ടുള്ള വിശുദ്ധന്മാർക്കോ ആർക്കും പാടുവാൻ കഴിഞ്ഞിട്ടില്ലാതിരുന്ന ഒരു പുതിയ പാട്ട്. സ്തോത്രം. സ്വർഗത്തിൽ ഉള്ള ദൂതസഞ്ചയങ്ങൾക്ക് ഒരു ഗണത്തിലും പെട്ടവർക്ക് പാടാൻ കഴിഞ്ഞിട്ടില്ലാത്ത പാട്ട്. പിന്നെ സ്വർഗത്തിൽ എത്തിയ രൂപാന്തരപ്പെട്ട ഹാനോക്കിന് പാടാൻ കഴിയാഞ്ഞ, ഏലിയാവിന് പാടുവാൻ കഴിയാഞ്ഞ, ചിലപ്പോൾ ദൈവം പ്രത്യേക പരിഗണനയിൽ ഉയർപ്പിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയ മോശയ്ക്ക് തന്നെയും പാടുവാൻ കഴിയാതിരുന്ന ഒരു പാട്ട്. മോശയുടെ പാട്ട് മാത്രമല്ല, മോശയ്ക്ക് പോലും പാടാൻ ഇതിനു മുമ്പ് കഴിയാതിരുന്ന ഒരു പാട്ടാണ് ഇപ്പോൾ 5ാം അധ്യായത്തിൽ നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ട് യോഹന്നാൻ അതിനെ എന്ത് വിളിക്കുന്നു? പുതിയ പാട്ട്. യെസ്, പുതിയ പാട്ട്. അതെന്താണ് ആ പുതിയ പാട്ട്? എന്തിനെ കുറിച്ചാണ്? യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ. സ്തോത്രം. ആ പാട്ട് ഇറ്റ്സ് അബൌട്ട് ദ റെഡീമർ ആൻഡ് ദ റിഡംഷൻ. സൃഷ്ടിയെ കുറിച്ചല്ല, ചെങ്കടൽ കടന്നതിനെ കുറിച്ചല്ല. സ്തോത്രം. പകരം കുഞ്ഞാട്, വീണ്ടെടുപ്പുകാരനായ കുഞ്ഞാടും കുഞ്ഞാട് നിവർത്തിച്ച വീണ്ടെടുപ്പുമാണ് ഈ ഗാനത്തിന്റെ ഉള്ളടക്കം, ഇതിവൃത്തം. The very content of this new song is the Redeemer and the redemption. The Redeemer and the redemption. This we can say, of course, the song of the love of the cross. It's a love song. ഇതൊരു പ്രേമഗീതമാണ്, ഒരു സ്നേഹഗാനമാണ്. സ്തോത്രം.
നമ്മൾ പല സമയത്തും പറഞ്ഞിട്ടുള്ള യേശുവൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, അതിലെ ഏറ്റവും ഒടുവിലത്തെ സ്റ്റാൻസ, വീണ്ടെടുപ്പിൻ ഗാനം പാടും ഞാൻ സിയോനിൽ, വിൺദൂതർക്കും പാടാൻ അസാധ്യമേ അത്. എന്താണ് ആ പാട്ട്? കാൽവറി ഗിരിയിൽ കാൽകരം തുളച്ച കുഞ്ഞാടിന്റെ സ്നേഹം. സ്തോത്രം. കാൽവറി ഗിരിയിൽ കാൽകരം തുളച്ച കുഞ്ഞാടാം പ്രിയനിൻ സ്നേഹം എൻ ഗാനമേ. ഇതിനെയാണ് നാം ദ സോങ് ഓഫ് റിഡംഷൻ, വീണ്ടെടുപ്പിന്റെ ഗാനം എന്ന് വിളിക്കുന്നത്. ഇതിനെയാണ് നാം എ ലവ് സോങ് demonstrated on the cross, ക്രൂശിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ സ്നേഹഗാനം എന്ന് നാം വിളിക്കുന്നത്. സ്തോത്രം. ഇതിനു മുൻപൊരിക്കലും ആർക്കും പാടാൻ കഴിഞ്ഞിട്ടില്ലാത്ത പാട്ടാണത്. സ്തോത്രം. പക്ഷേ ദൂതന്മാരും പാടും, നമ്മളും പാടും, ഒരു ചെറിയ വ്യത്യാസത്തോടെ. എന്താ വ്യത്യാസം? Only we were redeemed. Yeah. We will sing about the Redeemer. ദൂതന്മാർക്ക് അതിന്റെ അനുഭവമില്ല, നമ്മളത് അനുഭവിച്ചതാണ്. Certainly. Only the redeemed can sing that song fully. But these heavenly angels or heavenly beings also can sing that song. But as we listen to in this chapter 5, വീണ്ടെടുക്കപ്പെട്ടവർക്ക് മാത്രം അത് പൂർണ്ണമായും പാടാൻ കഴിയുള്ളൂ. അപ്പോൾ തന്നെ സ്വർഗീയ ജീവികളും ആ പാട്ട് പാടുന്നുണ്ട്, ഒരു ചെറിയ വ്യത്യാസത്തോടുകൂടെ. സ്തോത്രം. എന്താ വ്യത്യാസം? ആ വ്യത്യാസം ഇതാണ്. അവര് പാടും, നീ അവരെ വിലയ്ക്ക് വാങ്ങി, നീ അറുക്കപ്പെട്ടു, അവരെ വിലയ്ക്ക് വാങ്ങി. എന്നാൽ നമ്മൾ പാടും, എന്നെ വിലക്ക് വാങ്ങി. സ്തോത്രം. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് എന്നെ വിലയ്ക്ക് വാങ്ങി. നമ്മൾ ഒരുമിച്ച് പാടും, ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി. അത് പാടാൻ ആർക്ക് പറ്റില്ല? ദൂതന്മാർക്ക് ആർക്കും പറ്റത്തില്ല. സ്തോത്രം. അവരെ വിലയ്ക്ക് വാങ്ങിയെന്ന് സ്വർഗീയ ജീവികൾക്ക് പാടാം. ഗോത്രങ്ങളിൽ നിന്നും, ജാതികളിൽ നിന്നും, വംശങ്ങളിൽ നിന്നും, ഭാഷകളിൽ നിന്നും ഒക്കെ. സ്തോത്രം. പ്രൈസ് ഗോഡ്. എന്നാൽ നമ്മൾ പാടും, എന്നെ പാപത്തിൽ നിന്ന്, സ്തോത്രം, എന്നെ ഏറ്റവും താഴേക്കിടയിൽ നിന്ന്, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടന്നിരുന്ന അവസ്ഥയിൽ നിന്ന്, ക്രൂശിന്റെ വൈരിയായിരുന്ന അവസ്ഥയിൽ നിന്ന്, പ്രത്യാശയില്ലാതെ കിടന്ന അവസ്ഥയിൽ നിന്ന്, പാപത്തിന്റെയും സാത്താന്റെയും അടിമത്വത്തിൽ കഴിഞ്ഞിരുന്ന അവസ്ഥയിൽ നിന്ന്, ഇങ്ങനെ നമുക്കതിങ്ങനെ പാടാം. അതിൽ നിന്ന് നീ എന്നെ എന്ത് ചെയ്തു? വിലയ്ക്ക് വാങ്ങി. സ്തോത്രം. അതിൽ നിന്ന് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയെന്ന് നമുക്ക് ഒരുമിച്ച് പാടാം. ഒരുമിച്ച് പാടുമ്പം മലയാളിയും
മറാഠിയും ഹിന്ദിക്കാരനും ബീഹാരിയും ബംഗാളിയും എല്ലാവരും ഒരുമിച്ച് പാടും. അന്ന് ഭാഷാ വ്യത്യാസം ഉണ്ടാവില്ല, പാടുന്നത് ഒറ്റ ഭാഷയിലായിരിക്കും. സ്തോത്രം. പാടുന്നത് ഒറ്റ ഭാഷയിലായിരിക്കും. നമ്മുടെ ആൾക്കാർ പറയും സ്വർഗത്തിൽ ഏതായാലും ഒഫീഷ്യൽ ലാംഗ്വേജ് മലയാളമായിരിക്കും. സ്വർഗീയ ഭാഷയിലായിരിക്കും നാം പാടുക. സ്തോത്രം. സ്വർഗീയ ഭാഷയിൽ. പക്ഷേ നമ്മൾ പാടുമ്പോൾ പറയും മലയാളിയായിരുന്ന എന്നെയും, അടുത്ത ആള് പറയും ബംഗാളിയായിരുന്ന എന്നെയും, മറ്റവൻ പറയും ആദിവാസിയായിരുന്ന ഗോത്രവർഗക്കാരനായിരുന്ന എന്നെയും. ഇങ്ങനെ എല്ലാവരും ചേർന്ന് പാടുമ്പോൾ ഇത് നമ്മൾ പാടും, ഞങ്ങളെ അങ്ങ് വിലയ്ക്ക് വാങ്ങി. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? സംശയങ്ങളില്ല. എന്നാൽ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. നമ്മൾ ഇന്നും ഒത്തിരി പാട്ട് പാടാറുണ്ടല്ലേ? നമ്മുടെ ബൈബിളിലെ സങ്കീർത്തനങ്ങൾ ഉൾപ്പെടെ ധാരാളം പാട്ടുകൾ പാടാറുണ്ട്. പക്ഷെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ പാട്ടിൽ ഏതെങ്കിലും പാട്ട് നമ്മൾ സ്വർഗത്തിൽ ചെന്ന പാടുമെന്ന്? ചിന്തിച്ചിട്ടുണ്ടോ ആ കാര്യം? പാസ്റ്റർ പറഞ്ഞപ്പോഴാ ചിന്തിച്ചു. സ്വർഗത്തിൽ പോയാൽ നമ്മൾ പാടുവോ? കരുതുന്നവൻ ഞാനല്ലയോ, അബ്രഹാമിന്റെ ദൈവമല്ലയോ? നമ്മൾ ഇന്ന് പാടുന്ന പാട്ടുകളിൽ ഒരു കണക്ക് ഞാനങ്ങ് പറയാ, 99% പാട്ടുകൾ അവിടെ പാടാനൊക്കത്തില്ല. സ്തോത്രം. ഭാര്യകാര്യം പാടിയിടാത്ത പാട്ടുകൾ നമ്മൾ പാടും അവിടെ ചെല്ലുമ്പോ. അത് പാട്ടുകാരൻ പറയുന്ന കാര്യമാണ്. അല്ല, അത് യാഥാർത്ഥ്യമാണ്. അയ്യാ, പാരിലാരും പാടിടാത്ത പാട്ട് നമ്മൾ പാടും. പക്ഷെ നമ്മൾ ഈ ഭൂമിയിൽ പാർക്കുമ്പോൾ തന്നെ, പാരിലായിരിക്കുമ്പോൾ തന്നെ പാടുവാൻ കഴിയുന്ന സ്വർഗീയ പാട്ടുകളാണ് നാം അവിടെ ചെന്നും പാടുന്നത്. സ്തോത്രം. നമ്മൾ അവിടെ ചെന്ന് പാടുന്ന പാട്ട് ആത്യന്തികമായും എന്തിനെ കുറിച്ചുള്ളതായിരിക്കും? പ്രധാനമായും രണ്ട് കാര്യങ്ങളെ കുറിച്ച്. ഒന്ന് ദൈവത്തിന്റെ പരിശുദ്ധി, മറ്റൊന്ന് ദൈവത്തിന്റെ സ്നേഹം, വീണ്ടെടുപ്പ്. പാട്ടുകാരൻ പാടുന്നുണ്ട്, പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, പാരിലാരും പാടിടാത്ത പാട്ട് നമ്മൾ പാടും, പാരിലാരും ചൂടിടാത്ത വാടാമുടി ചൂടും. അത് പാട്ടുകാരൻ പറയുന്നെങ്കിലും വേദപുസ്തകം അനുസരിച്ച് നമ്മൾ ഇപ്പോൾ തന്നെ പാടേണ്ട പാട്ടുകളാണവ. ദൈവത്തിന്റെ പരിശുദ്ധിയെ കുറിച്ചുള്ളതും ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ചുള്ളതും വീണ്ടെടുപ്പിനെ കുറിച്ചുള്ളതും. സ്തോത്രം. കേൾക്കാൻ പറ്റുന്നുണ്ടോ? സ്റ്റക്ക് ആവുന്നുണ്ടോ? ഇല്ല. ഓക്കെ. സ്തോത്രം. അതുകൊണ്ട് എനിക്കൊരു ചെറിയ അപേക്ഷയുള്ളത്, കരുതുന്നവൻ ഞാനല്ലയോ എന്നൊക്കെയുള്ള നമുക്ക് ഭൗതിക ജീവിതത്തിന്റെ പ്രയാസഘട്ടങ്ങളിൽ ധൈര്യമൊക്കെ തരുന്ന പാട്ടുകൾ പാടിക്കോളൂ, അതിന് വിരോധമല്ല. എന്നാൽ അതിലുപരി നമ്മൾ ഇപ്പോഴേ പാടി പരിശീലിക്കേണ്ട പാട്ടെന്ന് പറയുന്നത് ഈ 2-3 ഗണത്തിൽപ്പെടുന്നതായിരിക്കണം. ദ മാജസ്റ്റി ഓഫ് ഗാഡ്, ദൈവ മഹത്വത്തെ പ്രകീർത്തിക്കുന്ന ഗാനങ്ങൾ.
ദ ലവ് ഓഫ് ഗാഡ്, ദൈവ സ്നേഹത്തെ വെളിപ്പെടുത്തുന്ന ഗാനങ്ങൾ. ദ റിഡംഷൻ വി ഗാഡ്, നമുക്ക് ലഭിച്ച വീണ്ടെടുപ്പിനെ കുറിച്ചുള്ള പാട്ടുകൾ. സ്തോത്രം. അല്ലാതെയുള്ള പാട്ടുകളൊന്നും, ഇവൻ ഒരു മരണക്കിടക്ക് വേണ്ട, രോഗക്കിടയ്ക്ക് പോലും അപ്പുറത്തേക്ക് എത്തത്തില്ല. ഇന്ന് നമ്മൾ പാടുന്ന പാട്ടുകളിൽ നല്ല ശതമാനവും ആരോഗ്യത്തോടിരിക്കുമ്പോഴൊക്കെ പാടാൻ പറ്റിയ പാട്ടുകളാണ്. ചില പാട്ടുകൾ രോഗക്കിടക്കയിൽ പോലും പോയി പാടാൻ ഒക്കാത്ത തരം പാട്ടുകളാണ്. പക്ഷെ എല്ലായ്പ്പോഴും നമുക്ക് പാടാൻ കഴിയുന്ന പാട്ടുകളാണ് ഈ 3 ഞാൻ പറഞ്ഞത്. ദൈവത്തിന്റെ മഹത്വം, അതിനകത്ത് ദൈവ പരിശുദ്ധിയാണ് ഏറ്റവും കൂടുതൽ. ദൈവത്തിന്റെ സ്നേഹം, നമുക്ക് ലഭിച്ച വീണ്ടെടുപ്പ്. സ്തോത്രം. ഈ പാട്ടുകൾ മാത്രമേ നമ്മൾ അവിടെ ചെന്നും പാടുള്ളൂ. പക്ഷേ നമ്മൾ ഇവിടെ പാടാൻ ഏറെ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ വൈകാരികമായ സുഖങ്ങൾ തരുന്ന കുറച്ച് പാട്ടുകളാണ്. അതുകൊണ്ട് ആ പാട്ടുകളൊക്കെ പാടുമ്പോഴും നമ്മൾ ഒന്ന് ചിന്തിക്കണം, സ്വർഗത്തിൽ പാടാൻ പറ്റുന്ന പാട്ടാണോ ഇത്? സ്തോത്രം. പാട്ട് എഴുതുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരും സ്വർഗത്തിലും കൂടെ പാടാൻ പറ്റുന്ന പാട്ടുകൾ എഴുതിയാൽ ഏറെ നന്നായിരിക്കും. ബാക്കി പാട്ടുകളൊന്നും അങ്ങോട്ട് പോകുന്നതല്ല, നമുക്കിവിടെ ഒരു വൈകാരിക സുഖമൊക്കെ തരുന്നതാണ്. സ്തോത്രം. അപ്പോൾ പുതിയ പാട്ട് അത് കുഞ്ഞാടിന്റെ ക്രൂശ് മരണത്തെയും കുഞ്ഞാടിന്റെ ക്രൂശ് മരണത്താൽ പാപികളായ നമുക്ക് സൗജന്യമായി ലഭിച്ച വീണ്ടെടുപ്പിനെയും അതിന് പിൻപിൽ പ്രവർത്തിച്ച ദൈവ സ്നേഹത്തെയും ദൈവ മഹത്വത്തെയും കുറിച്ചുള്ള പാട്ടുകളാണ്. സ്തോത്രം. നിത്യതയിൽ നാം എത്തിക്കഴിഞ്ഞും അവിടുത്തെ പ്രധാനപ്പെട്ട ആകർഷണവും ശ്രദ്ധയും എന്തായിരിക്കും? യേശുക്രിസ്തു. യേശുക്രിസ്തു. യേശുക്രിസ്തു എന്ന് പറയുമ്പോഴും ക്രിസ്തുവിന്റെ ക്രൂശായിരിക്കും. Even in heavens, the cross of Christ would be the very center of worship. Stotram. In totality, God's holiness, and in specific, the cross of Christ would be the very center of worship, even in the future eternity. വരുവാൻ പോകുന്ന നിത്യതയിലും ആരാധനയുടെ പ്രധാന കേന്ദ്രം പൊതുവെ പറഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധിയും, എടുത്തു പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ക്രൂശും ആയിരിക്കും. അതുകൊണ്ടാണ് മുൻപും നമ്മൾ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യം ആവർത്തിച്ചു പറയുന്നത്. യേശുക്രിസ്തു ഇന്ന് ആയിരിക്കുന്ന അനന്തമായ തേജസ്സിന്, മഹത്വത്തിന് പോലും മറയ്ക്കുവാൻ കഴിയാത്ത 5 മുറിപ്പാടുകൾ തൻ്റെ ശരീരത്തിൽ നിത്യത മുഴുവനും നിലനിൽക്കും. ആവർത്തിക്കേണ്ടതില്ലല്ലോ, വിശദീകരിക്കേണ്ടതുമില്ലല്ലോ. യേശുവിന്റെ ശരീരത്തിലെ 5 മുറിപ്പാടുകൾ ഉയർത്തെഴുന്നേറ്റ ശരീരത്തിൽ ഉണ്ടായിരുന്നോ?
പെട്ടെന്നൊന്ന് പറഞ്ഞേരെ. ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. സ്തോത്രം. ഇനിയും വരുന്ന ശരീരത്തിൽ ഉണ്ടായിരിക്കുമോ? ഉണ്ടായിരിക്കും. വെളിപ്പാട് 1:7 നമ്മൾ കാണുന്നു, കുത്തിത്തുളച്ചവങ്കിലേക്ക് നോക്കും. യേശു തന്റെ മഹത്വത്തിൽ, യേശു തന്റെ തേജസ്സിൽ തന്റെ വിശുദ്ധന്മാരുമായി വരുമ്പോൾ യഹൂദന്മാർ യേശുവിനെ എങ്ങനെയാ തിരിച്ചറിയുന്നത്? മുറിവുകൾ കണ്ട്. അതെ, അവർ കുത്തിത്തുളച്ച മുറിവുകൾ കണ്ടുകൊണ്ട്. അതുകൊണ്ടാണ് സഖരിയാവിലെ വചനം മത്തായി എടുത്തെഴുതിയത്, യോഹന്നാൻ എടുത്തെഴുതിയത്, അവർ കുത്തിയവങ്കിലേക്ക് നോക്കും എന്നുള്ള വചനം നിവൃത്തിയാകുവാൻ യേശു മരിച്ചെന്നറിഞ്ഞിട്ടും പടയാളികളിൽ ഒരുത്തൻ അവന്റെ വിലാപ്പുറം കുന്തം കൊണ്ട് കുത്തിത്തുളച്ചു. സ്തോത്രം. Praise God. In heaven, the only person with scars will be Jesus. Yes, he permanently അതുകൊണ്ടാണ് പറയുന്നത്, there is only Son of God is without sins, but no sons of God without scars. പാപമില്ലാത്ത ഒരു പുത്രൻ ദൈവത്തിനുണ്ട്, പക്ഷെ മുറിവുകളില്ലാത്ത, മുറിപ്പാടുകളില്ലാത്ത ഒറ്റ പുത്രന്മാരും ദൈവത്തിനില്ല. സ്വർഗത്തിൽ ഞാനും നിങ്ങളും എത്തുമ്പോൾ നാം ഒക്കെ പരിപൂർണരായിരിക്കും. നമുക്കൊന്നും ഒരു കുറവും ഉണ്ടാവില്ല. എന്നാൽ മുറിവുകളുള്ള ശരീരത്തോടുകൂടെ ഒരുത്തനെ കാണുകയുള്ളൂ അവിടെ. അത് നമ്മുടെ കർത്താവാണ്. ആ മുറിവുകൾ പക്ഷേ യേശുവിൻ്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുകയായിരിക്കും. Those 5 wounds of Jesus' glorified body will be beautifying his personality, his being. നാം സർവകാലവും നിത്യത മുഴുവനും ആ മുറിവുകൾ കണ്ട് അവകൾ നിമിത്തം നാം അവനെ ആരാധിച്ചു കൊണ്ടിരിക്കും. അതായിരിക്കും അവിടെ നമ്മുടെ സ്നേഹഗാനവും. സ്തോത്രം. അവിടെ ചെന്നാൽ നമുക്ക് കിട്ടിയ ജോലിയും വീടും സൗന്ദര്യവും ആരോഗ്യവും ഒക്കെ ഉള്ള നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരും മക്കളും ഇതൊന്നും ആയിരിക്കത്തില്ല സ്തോത്രത്തിനുള്ള, പാട്ടിനുള്ള ഇതിവൃത്തം. ഇതൊന്നും നിമിത്തമായിരിക്കില്ല നമ്മൾ അവിടെ പോയിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. എന്നാൽ കുഞ്ഞാടിന്റെ ശരീരത്തിലെ മുറിപ്പാടുകൾ. സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളോടുകൂടെ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കുവോളം ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവം ഇനി അനുഭവിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, അവിടെയും നാം ഈ അനുഭവങ്ങളൊക്കെ, മുന്തിരിവള്ളിയുടെ അനുഭവം എന്നൊക്കെ പറയുന്നത് ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ അവിടെ പോലും ഓർക്കാനുള്ളതായിട്ടാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് പ്രിയരെ, ഇവിടെ വെച്ച് നമുക്ക് ആ ക്രൂശിനെ, ആ വീണ്ടെടുപ്പിനെ, കർത്താവ് സഹിച്ച കഷ്ടതകളെ, നമുക്ക് സൗജന്യമായി ലഭിച്ച വീണ്ടെടുപ്പിനെ ഓർക്കാം. ദൈവത്തെ അത് നിമിത്തം പാടാം. ദൈവത്തോട് അത് നിമിത്തം
നന്ദിയുള്ളവരായി നമുക്ക് ജീവിക്കാം. നിത്യതയ്ക്കായി ഇപ്പോഴേ നമുക്ക് തയ്യാറെടുക്കാം. സ്തോത്രം. കേവലം വൈകാരികമായ ഗാനങ്ങളിൽ വെറുതെ നമ്മള് വൈകാരിക ഭാവപ്രകടനങ്ങൾ നടത്തുന്നവരാകാതെ ദൈവസ്നേഹത്താൽ പിടിക്കപ്പെട്ടവരായി അത് നമ്മുടെ ധ്യാനമായി ദൈവത്തെ നിരന്തരം അത് നിമിത്തം മഹത്വപ്പെടുത്തുന്ന പുതിയ പാട്ടുകാരായി നമ്മൾ തീരട്ടെ. ആയതിനായി നമുക്ക് സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.